മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സന്നദ്ധനായി ഓടിയെത്തിയ യുവാവിന് പക്ഷേ നഷ്ടമായത് സ്വന്തം ജീവനാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പുനലൂർ മണിയാർ പരവട്ടം മഹേഷ് ഭവനിൽ മഹേഷ് കുമാർ എന്ന ചെറുപ്പക്കാരന്റെ വിയോഗം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും ഈ നിമിഷം വരെയും വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല. 2 പെൺകുട്ടികളടക്കം 3 പിഞ്ചു മക്കളുടെ പിതാവ് കൂടിയാണ് മഹേഷ്. ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. മഹേഷിന്റെ മരണവിവരമറിഞ്ഞ് 3 മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഭാര്യ സുജിതയുടെ കാഴ്ച അവിടെ കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു. ഒരു കുടുംബത്തെ ഒന്നടങ്കം അനാഥമാക്കിയാണ് ഈ ചെറുപ്പക്കാരനെ വിധി കവർന്നെടുത്തത്. മഹേഷ് കുമാറിന്റെ പിതാവ് മനോഹരൻ വർഷങ്ങൾക്ക് മുൻപ് വീട് പണി നടക്കുന്നതിനിടയിൽ ഭിത്തി തകർന്നു വീണ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ആ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്നു മഹേഷ് കുമാർ. കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ കഴിയുന്ന മഹേഷിന്റെ സുഹൃത്തിന്റെ പിതാവിന് രക്തം ആവശ്യമായി വന്നിരുന്നു. തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മഹേഷ് രക്തം നൽകാനായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. രക്തം ശേഖരിക്കുന്നതിന് മുൻപ് പതിവ് പോലെ യുവാവിന്റെ രക്തസമ്മർദ്ദം, പൾസ് അടക്കം ആശുപത്രിയിൽ പരിശോധിച്ചതായി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അസാധാരണമായി ഒന്നും കാണാത്തതിനെ തുടർന്ന് രക്തം ശേഖരിക്കുകയായിരുന്നു. ഇതിനുശേഷം മഹേഷ് പുറത്തേക്കിറങ്ങി ശീതളപാനീയം കുടിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. എന്നാൽ അത് ഗ്യാസ് ട്രബിളിന്റേതായിരിക്കുമെന്നും കുഴപ്പമില്ലെന്നും മഹേഷ് ഡോക്ടറോട് പറഞ്ഞു. തുടർന്ന് ECG എടുക്കാൻ ആവശ്യപ്പെടുകയും ECGയിൽ നേരിയ വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുകയുമായിരുന്നു. ഇതോടെ ഉടൻ തന്നെ മഹേഷിനെ ICUവിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മഹേഷിന്റെ ജീവൻ രക്ഷിക്കാനായി ഏറെ നേരം പണിപ്പെട്ടു. അപകടനില തരണം ചെയ്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി അയക്കുന്നതിന് ആംബുലൻസും ക്രമീകരിച്ചിരുന്നു. എന്നാൽ എല്ലാ പരിശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ടായിരുന്നു യുവാവിന്റെ മരണം സംഭവിച്ചത്. നിർമ്മാണ തൊഴിലാളിയായിരുന്നു മഹേഷ് കുമാർ. പരേതനായ മനോഹരന്റെയും ശ്യാമളയുടെയും മകനാണ്. സുജിതയാണ് ഭാര്യ. അഭിനവ്, അർപ്പിത, ഐശ്വര്യ എന്നിവർ മക്കളുമാണ്. മഹേഷിന് ഒരു സഹോദരി കൂടിയുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശേഷം ഇന്ന് സംസ്കാരം നടത്തി. എന്തായാലും യുവാവിന്റെ മരണം ആ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.